ഹലോ ഓൾ, സോ വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂത്ത് ജെൻഡർ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 ആണ്. ഓക്കെ, ചാപ്റ്റർ ഏതാ? സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ ഐഡന്റിറ്റി. നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് വ്യക്തമാക്കി അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു യൂണിറ്റാണ് ഈ യൂണിറ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് ഐഡന്റിറ്റി അല്ലെങ്കിൽ എന്താണ് യൂത്ത് ആൻഡ് ഐഡന്റിറ്റി എന്നുള്ള ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം അല്ലേ. യൂത്ത് റെപ്രസെന്റ്സ് എ ഡൈനാമിക് ആൻഡ് കോംപ്ലക്സ് ഫേസ് ഓഫ് ലൈഫ് മാർക്ക്ഡ് ബൈ കോൺട്രഡിക്ഷൻസ്. നമ്മുടെ ലൈഫിലെ ആ ഒരു യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ നമ്മുടെ ജീവിതത്തിൻ്റെ സജീവമായിട്ടുള്ളൊരു സങ്കീർണമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ യൂത്ത് റെപ്രസെന്റ്സ് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള ഫേസ്. നമ്മുടെ ഒരു വ്യക്തിയുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട 2 ഫേസുകളുടെ ഡൈനാമിക് ആൻഡ് കോംപ്ലക്സ് ഫേസ് ഫോളോ ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? യൂത്ത് ആണെന്നാണ് പറയുന്നത്. ഒരു വലിയ സങ്കീർണമായ ഘട്ടമാണ് യൂത്ത് എന്ന് പറയുന്നത്. യങ് പീപ്പിൾ എക്സ്പീരിയൻസ് ഹോപ്പ്, അംബിഷൻ, കൺഫ്യൂഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് റിബല്യൻ അറ്റ് ദ സെയിം ടൈം. അല്ലേ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആളുകൾ എന്ത് ചെയ്യും, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? ഹോപ്പ് പ്രതീക്ഷ, അംബീഷൻ ആശയക്കുഴപ്പം, കൺഫ്യൂഷൻ അല്ലെ നമുക്കുള്ള തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവുക, ആൻഡ് ക്രിയേറ്റിവിറ്റി സൃഷ്ടിപരമായ പല സംഭവങ്ങൾ ഉണ്ടാവുക, റിബല്യൻ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ സംഘർഷങ്ങൾ. ഇതെല്ലാം ആ ഒരു പ്രായത്തിലുള്ള ആളുകൾ ഒരേ സമയം നേരിടേണ്ടി വരുന്ന കുറച്ച് ഇമോഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സൊസൈറ്റി വ്യൂസ് യൂത്ത് ബോത്ത് ആസ് എ പ്രോമിസ് ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് ആസ് എ ചാലഞ്ച് ടു സോഷ്യൽ ഓർഡർ. അല്ലേ, ഈ ഒരു യൂത്തിനെ എങ്ങനെയാണ് സൊസൈറ്റി കാണുന്നത്? ഈ സമയം സെയിം ടൈം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും പക്ഷെ ഭാവിയിലേക്ക് വളരെ ഡേഞ്ചർ ആയിട്ട് പോകാവുന്ന ഒരു സംഭവമായിട്ടാണ് സൊസൈറ്റി എപ്പോഴും ഈ ഒരു യൂത്തിനെ കണ്ടുവരുന്നത്. ഹെൻസ് യൂത്ത് ബിക്കംസ് ആൻ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഓഫ് സ്റ്റഡീസ്. അതുകൊണ്ട് തന്നെ ഈ യൂത്ത് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കേണ്ട പഠനകാര്യമായ ഒരുപാട് കാര്യങ്ങൾ യൂത്ത് ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാറുണ്ട്. സോ അതാണ് യൂത്ത് ആൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. യൂത്ത് റെപ്രസെന്റ്സ് എ ഡൈനാമിക് ആൻഡ് കോംപ്ലക്സ് ഫേസ് ഓഫ് ലൈഫ് മാർക്ക്ഡ് ബൈ കോൺട്രഡിക്ഷൻസ്. ഒരു വ്യക്തിയുടെ ലൈഫിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് യൂത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. യങ് പീപ്പിൾ അല്ലെ, ചെറിയ ആളുകൾ യങ് പീപ്പിൾ ക്യാൻ എക്സ്പീരിയൻസ് എന്തൊക്കെയോ ഹോപ്പ്, അംബീഷൻ, കൺഫ്യൂഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് റിബല്യൻ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം ഈ പറഞ്ഞതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. സൊസൈറ്റി വ്യൂസ് യൂത്ത് ബോത്ത് ആസ് എ പ്രോമിസ് ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് എ ചാലഞ്ച് ടു സോഷ്യൽ ഓർഡർ. അല്ലെ, സൊസൈറ്റി കാണുന്നത് ഫ്യൂച്ചറിനുള്ളൊരു ചാലഞ്ച് ആയിട്ടും എന്നാൽ ഇപ്പോൾ അതൊരു സോഷ്യൽ ഓർഡർ ആയിട്ടും ഇപ്പോൾ കീപ്പ് ചെയ്യേണ്ട ഒരു പ്രോമിസ് ആയിട്ടുമാണ് യൂത്തിനെ കണക്കാക്കുന്നത്. ഹെൻസ് യൂത്ത് ബിക്കംസ് ആൻ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. അതുകൊണ്ട് തന്നെ യൂത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ യൂത്ത് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു യൂണിറ്റ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? കൺസെപ്റ്റ് ഓഫ് ഐഡന്റിറ്റി. അല്ലെ, ഈ ഐഡന്റിറ്റിക്ക് പല ജാതി കൺസെപ്റ്റുകളുണ്ട്. എന്തൊക്കെയാണ്? ഒരു പാരഡോക്സ് ആണ്. ഐഡന്റിറ്റീസ് കണ്ടിൻജന്റ് ആൻഡ് ഡൈനാമിക് ആണ് പറയുന്നുണ്ട്. ഐഡന്റിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി ആൻഡ് കോറൻസ് എന്ന് പറയുന്നുണ്ട്. സോ ഈ ഐഡന്റിറ്റിക്ക് പലതരത്തിലുള്ള കൺസെപ്റ്റുകളുണ്ട്. ഓക്കെ, ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി, ഇനി പലതരത്തിലുള്ള കൺസെപ്റ്റുകളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡന്റിറ്റി റിഫേഴ്സ് ടു ഹൗ എ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ്സ് who they are and who they want to become. ഓക്കെ, ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി താൻ ആരാകണമെന്നും അല്ലെങ്കിൽ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നും മനസ്സിലാക്കുന്നതിനെയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. എന്താ? ഐഡന്റിറ്റി റിഫേഴ്സ് ടു ഹൗ എ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ്സ് ഹൂ ദേ ആർ. അല്ലെ, ആ വ്യക്തി ആരാണെന്നും ആൻഡ് ഹൂ ദേ വാണ്ട് ടു ബിക്കം, ആ വ്യക്തിക്ക് ആരാകണമെന്നും മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് ആണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ ചോയ്സസ് ആസ് വെൽ ആസ് സോഷ്യൽ ഇൻഫ്ലുവൻസസ് ലൈക്ക് ജെൻഡർ, നാഷണാലിറ്റി ആൻഡ് കൾച്ചർ. അതിൽ വ്യക്തിപരമായ തീരുമാനങ്ങൾ ഉണ്ടാവും അല്ലെ, നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും, പേഴ്സണൽ ചോയ്സസുകൾ ഉണ്ടാവും, ആസ് വെൽ ആസ്
അതോടൊപ്പം തന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസുകളായ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ജെൻഡർ, നാഷണാലിറ്റി, കൾച്ചർ ഇവയെല്ലാം അതിൻ്റെ ഒരു ഭാഗങ്ങൾ തന്നെയാണ്. ഐഡന്റിറ്റി ഈസ് നോട്ട് ഫിക്സഡ്, ഇറ്റ് ചേഞ്ചസ് ഓവർ ടൈം ആൻഡ് കോണ്ടെക്സ്റ്റ് അല്ലേ. ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അല്ല, സ്ഥിരതയുള്ള ഒരു സംഭവമല്ല. അത് ആളുകൾ മാറുന്നതിനനുസരിച്ച്, സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച്, സമയം മാറുന്നതിനനുസരിച്ച് അത് ചേഞ്ച് ആവുന്ന ഒരു സംഭവം. അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒന്നല്ല. ഐഡന്റിറ്റി ചേഞ്ചിങ് ആണ്, ഡൈനാമിക് ആയിട്ടുള്ള ഒന്നാണ് ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. സോ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യക്തി, ആ വ്യക്തി ആരാണെന്നും തനിക്ക് ആരാകണമെന്നും അല്ലെ. ഐഡന്റിറ്റി റിഫേഴ്സ് ടു ഹൗ എ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ്സ് ആൻഡ് ഹൂ ദേ ആർ ആൻഡ് ഹൂ ദേ വാണ്ട് ടു ബിക്കം. ഒരാൾക്ക് ഒരു ആരാകണമെന്നും താൻ ആരാണെന്നുമുള്ള മനസ്സിലാക്കലിനെയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അത് ഒരിക്കലും ഒരു പേഴ്സണൽ ചോയ്സ് അല്ല. സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ജെൻഡർ, നാഷണാലിറ്റി, കൾച്ചർ ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗങ്ങളാണ്. ആൻഡ് ഐഡന്റിറ്റി ഈസ് നോട്ട് ഫിക്സഡ്. ഐഡന്റിറ്റി എന്തല്ല, ഫിക്സഡ് അല്ല, അത് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് എന്താ? ഐഡന്റിറ്റി എ പാരഡോക്സ് അല്ലെ. ഐഡന്റിറ്റി ഒരു വിരോധാഭാസമാണ്. പാരഡോക്സ് എന്ന് പറയുന്നത് വിരോധാഭാസം. സോ ഐഡന്റിറ്റി ഈസ് എ പാരഡോക്സ്. എങ്ങനെയാ? ഐഡന്റിറ്റി ഈസ് പാരഡോക്സിക്കൽ ബിക്കോസ് ഇറ്റ് ഈസ് ബോത്ത് പേഴ്സണൽ ആൻഡ് സോഷ്യൽ, സ്റ്റേബിൾ ആൻഡ് ചേഞ്ചിങ്, ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് അല്ലേ. ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു പാരഡോക്സിക്കൽ ആണ്, ഒരു വിരോധാഭാസമാണ്. കാരണം എന്താണ്? അത് പേഴ്സണൽ ആണ് എന്നാൽ സോഷ്യലുമാണ് അല്ലെ. വ്യക്തിപരവുമാണ് എന്നാൽ സാമൂഹികവുമാണ്. ഇങ്ങനെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, പേഴ്സണൽ ആണ്, എന്നാൽ സോഷ്യൽ സാമൂഹികപരവുമാണ്. സ്റ്റേബിൾ ആൻഡ് ചേഞ്ചിങ് അല്ലെ. അത് സ്ഥിരമാണ്, സ്റ്റെബിലിറ്റി ഉള്ള ഒന്നാണ്, പക്ഷെ ചേഞ്ചിങ് മാറുന്ന ഒന്നുമാണ്. പിന്നെന്താ? ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ്. ഇൻഡിവിജ്വലും ആണ് ആൻഡ് കളക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് ഐഡന്റിറ്റി ഒരു പാരഡോക്സ് ആണ്, വിരോധാഭാസമാണ് എന്ന് പറയാനുള്ള റീസൺ. എന്താ? ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സണലും ആണ്, സോഷ്യലും ആണ്, സ്റ്റേബിളും ആണ്, ചേഞ്ചിങ്ങും ആണ്, ഇൻഡിവിജ്വലും ആണ്, കളക്റ്റീവും ആണ്. A person shapes identity, but society also plays a major role in defining it. അല്ലേ? ഒരു പേഴ്സൺ അയാളുടെ ഐഡന്റിറ്റി തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അയാളുടെ ഐഡന്റിറ്റി അയാൾ മനസ്സിലാക്കുന്നു, ശരിയാണ്. പക്ഷെ ആ ഐഡന്റിറ്റിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിൽ വലിയൊരു റോൾ ആർക്കുമുണ്ട്? സൊസൈറ്റിക്ക്, സമൂഹത്തിനും ഉണ്ട് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഐഡന്റിറ്റി ഒരു പാരഡോക്സ് ആണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക് ആണ് എന്ത്? ഐഡന്റിറ്റി ഈസ് സെൽഫ് മീറ്റ് സൊസൈറ്റി അല്ലെ. എവിടെ? സെൽഫ് സൊസൈറ്റിയെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലുള്ള ഐഡന്റിറ്റി. ഐഡന്റിറ്റി ഈസ് ഫോംഡ് വിത്ത് പേഴ്സണൽ എക്സ്പീരിയൻസസ് മീറ്റ് സോഷ്യൽ എക്സ്പെക്ടേഷൻ അല്ലെ. ഐഡന്റിറ്റി എന്ന് പറയുന്നത് വ്യക്തിപരമായ അനുഭവങ്ങൾ, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് സാമൂഹിക പ്രതീക്ഷകളെ സോഷ്യൽ എക്സ്പെക്ടേഷനുമായി ചേരുന്ന ആ ഒരു പോയിന്റിനെയാണ്, അവിടെയാണ് ഐഡന്റിറ്റി സത്യം പറഞ്ഞാൽ ഫോം ചെയ്യുന്നത്. എവിടെയാണ്? ഐഡന്റിറ്റി ഈസ് ഫോംഡ് വിത്ത് പേഴ്സണൽ എക്സ്പീരിയൻസസ്. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് എന്തുമായിട്ട് ജോയിൻ ചെയ്യാണ്? സോഷ്യൽ എക്സ്പെക്ടേഷൻസുമായിട്ട്, സമൂഹത്തിലെ എക്സ്പെക്ടേഷൻസുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് ഐഡന്റിറ്റി ഫോം ചെയ്യുന്നത്. ദോ ഇൻഡിവിജ്വൽസ് ആർ യുണീക്, their identities are shaped by family, education, culture and social surroundings. ഓരോ വ്യക്തികളും എന്തായിരിക്കും? ഇൻഡിവിജ്വൽ ആയിരിക്കും. ഓരോ വ്യക്തികളും യുണീക്ക് ആയിരിക്കും. ഓരോ ഇൻഡിവിജ്വൽസും യുണീക്ക് ആയിരിക്കും. പക്ഷേ അവരുടെ ആ ഐഡന്റിറ്റി ഷേപ്പ് ചെയ്യുന്നതിൽ അവരുടെ ഫാമിലി, എഡ്യൂക്കേഷൻ, കൾച്ചർ, സോഷ്യൽ സറൗണ്ടിങ്സ് ഇതെല്ലാം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് എന്തിനാ പറയുന്നത്? ഐഡന്റിറ്റി ഈസ് യുവർ സെൽഫ് മെയ്ഡ് സൊസൈറ്റി എന്നതിൽ പറയുന്നത്. എങ്ങനെ? ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ഫോം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ചോയ്സസും സോഷ്യൽ എക്സ്പെക്ടേഷൻസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് ആക്ച്വലി ഐഡന്റിറ്റി ഫോം ചെയ്യുന്നത്. എല്ലാ ആളുകളും, എല്ലാ ഇൻഡിവിജ്വൽസും യുണീക്കാണ്. പക്ഷേ ആ അവരുടെ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നതിന് അവരുടെ ഫാമിലിക്ക്, അവരുടെ എഡ്യൂക്കേഷന്, അവരുടെ കൾച്ചറിന്, സോഷ്യൽ സറൗണ്ടിങ്സിന് ഇതിനെല്ലാം വലിയൊരു റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഐഡന്റിറ്റി ഈസ് കണ്ടിൻജന്റ് ആൻഡ് ഡൈനാമിക്. ഐഡന്റിറ്റി എന്ന്
പറയുന്നത് കോണ്ടിൻജന്റ് ആണ്, അതുപോലെ തന്നെ ഡൈനാമിക്കും ആണെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഐഡന്റിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടൈം, പ്ലേസ് ആൻഡ് സിറ്റുവേഷൻ. ഐഡന്റിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്? സമയം, ടൈം, പ്ലേസ്, സ്ഥലം, ആൻഡ് സിറ്റുവേഷൻ, സാഹചര്യം. ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കീപ്സ് ചേഞ്ചിങ് ആസ് പീപ്പിൾ മൂവ് ത്രൂ ഡിഫറെൻറ്റ് റോൾസ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഇൻ ലൈഫ്. അല്ലേ? ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് റോളുകളിലൂടെ കടന്നു പോകേണ്ടി വരും. അല്ലേ? ഇപ്പോൾ ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഡോക്ടർ എന്നുള്ള റോളായിരിക്കും, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫ് എന്നുള്ള റോളായി, കുട്ടിയായി കഴിഞ്ഞാൽ മദർ എന്നുള്ള റോളായി, കുട്ടിയായി കഴിഞ്ഞാൽ ഗ്രാൻഡ് മദർ എന്നുള്ള റോളായി. സെയിം പാറ്റേൺ തന്നെയാണ് ഒരു ആൺകുട്ടികൾ സണ്ണായി, പിന്നെന്താ ഹസ്ബൻഡായി, ഫാദറായി, ഗ്രാൻഡ് ഫാദറായി. സോ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ പല റോൾസിലൂടെ എന്ത് ചെയ്യേണ്ടി വരും? കടന്നു പോകേണ്ടി വരും. പല സാഹചര്യത്തിന്, സിറ്റുവേഷൻസ് അനുസരിച്ച്, പല സമയങ്ങളനുസരിച്ച്, പല റോളുകളിലൂടെ ആ വ്യക്തി കടന്നു പോകേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥിരതയുള്ള, ഒരു കോണ്ടിൻജന്റ് ആയിട്ടുള്ള സംഭവം. അത് ഡൈനാമിക് ആണ്, ചേഞ്ചിങ് ആണ്. എപ്പോൾ വേണമെങ്കിലും സിറ്റുവേഷൻസ് ഒരു വ്യക്തിയുടെ റോളും അനുസരിച്ച് മാറാവുന്ന ഒന്നാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഐഡന്റിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടൈം, പ്ലേസ് ആൻഡ് സിറ്റുവേഷൻ. സമയവും സ്ഥലവും സന്ദർഭവും ഒക്കെ അനുസരിച്ച് മാറാവുന്ന ഒന്നാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കീപ്സ് ചേഞ്ചിങ് ആസ് പീപ്പിൾ മൂവ് ത്രൂ ഡിഫറെൻറ്റ് റോൾസ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഇൻ ലൈഫ്. അല്ലേ? ജീവിതത്തിന്റെ ഓരോ സ്റ്റേജിലും നമുക്കറിയാം, നമ്മളൊക്കെ ഐഡന്റിറ്റി എന്താ പലപ്പോഴും ചേഞ്ചായി വന്നവരാണ്. സോ ലൈഫിന്റെ ഓരോ ഘട്ടങ്ങളിൽ എത്തുമ്പോൾ, ഓരോ കോണ്ടെക്സ്റ്റ്, ഓരോ കാര്യങ്ങളോട് കടന്നു പോകുമ്പോൾ ആ ഒരു ഐഡന്റിറ്റി നമ്മൾ മാറ്റിയേ തീരുള്ളൂ. മാറ്റപ്പെടേണ്ട ഒന്നാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്താ? ഐഡന്റിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി ആൻഡ് കോഹറൻസ്. അല്ലേ? ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താ? കണ്ടിന്യൂറ്റിനെയും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോഹറൻസിനെയും കാണിക്കുന്നുണ്ട്. എന്താ? ഈവൻ ദോ ഐഡന്റിറ്റി ചേഞ്ചസ്, പീപ്പിൾ ഫീൽ ദേ റിമെയിൻ ദ സെയിം പേഴ്സൺ ത്രൂ ഔട്ട് ലൈഫ്. അല്ലേ? ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി മാറുന്നുണ്ടെങ്കിൽ പോലും ഒരാൾ താൻ അതേ വ്യക്തിയാണെന്ന് അനുഭവപ്പെടുന്ന ഒരു ഫീലാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അല്ലേ? ഇപ്പൊ എൻ്റെ ലൈഫിൽ ഓരോ റോളുകൾ കടന്നു പോയാലും ഞാൻ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് അവിടെ ഉണ്ടാവും. സോ ഓരോ റോളുകളും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും. ഓരോ റോളുകളും നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും ആ ഒരു വ്യക്തി അതുപോലെ തന്നെയാണ്, ഫീൽ സെയിം ആണ്, അതുപോലെ തന്നെയാണെന്നുള്ള തോന്നുന്ന ആ തോന്നലും എന്തുതന്നെയാണ്? ഐഡന്റിറ്റി തന്നെയാണ്. ഐഡന്റിറ്റി ഗീവ്സ് എ സെൻസ് ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് യൂണിറ്റി ഡിസ്പൈറ്റ് മൾട്ടിപ്പിൾ റോൾസ്. അല്ലേ? നമ്മൾ ആ ലൈഫിൽ നമ്മൾ വിവിധ വേഷങ്ങളിലൂടെ, പല പല വേഷങ്ങളിലൂടെയും ജീവിതത്തിൽ ഓരോ ടൈപ്പ് സംഭവങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയേക്കാം. എന്നാലും അതിനൊക്കെ നമുക്കൊരു ഫോർമേഷൻ, അതിനൊക്കെ ഒരു അടിത്തറ എന്ന് നൽകുന്നുണ്ട്, ഐഡന്റിറ്റി നൽകുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ഏതൊക്കെ റോൾസിലൂടെ നമ്മൾ കടന്നു പോയാലും, ഏതൊക്കെ റോൾസ് നമ്മൾ റിമെയിൻ ചെയ്താലും ഐഡന്റിറ്റി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് ഓരോ റോളുകൾ വരുംതോറും ചേഞ്ചിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് ഫീൽ എന്താ? ഓക്കെ, റിമെയിൻ ദ കോൺസ്റ്റന്റ്, അതുപോലെ തന്നെയാണെന്ന് നമ്മളൊരു ഫീലിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഐഡന്റിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി ആൻഡ് കോഹറൻസ് എന്ന് പറയുന്നത്. സോ കൺസെപ്റ്റ് ഓഫ് ഐഡന്റിറ്റിയിൽ എന്താണ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പറയുന്നുണ്ട് ഐഡന്റിറ്റി ഒരു പാരഡോക്സ് ആണെന്ന് പറയുന്നത്, ഒരു വിരോധാഭാസമാണെന്ന് പറഞ്ഞിട്ട്. കാരണം അത് എന്താണെന്ന് പറയുന്നത് പേഴ്സണലുമാണ്, സോഷ്യലുമാണ്, ചേഞ്ചിങ്ങുമാണ്, ഇൻഡിവിജ്വലുമാണ്, കളക്റ്റീവുമാണ്, സ്റ്റേബിളുമാണ്, ചേഞ്ചിങ്ങുമാണ്. അപ്പോൾ അതുകൊണ്ട് ഐഡന്റിറ്റി ഒരു പാരഡോക്സ് ആണെന്ന് പറയുന്നുണ്ട്. അതിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് എന്ത്? ഐഡന്റിറ്റി ഈസ് ഫോർ സെൽഫ് മീറ്റ് സൊസൈറ്റി, ഐഡന്റിറ്റി ഈസ് കണ്ടിൻജന്റ് ആൻഡ് ഡൈനാമിക്, ഐഡന്റിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി ആൻഡ് കോഹറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ഏതാ? യൂത്ത് ആൻഡ് ഐഡന്റിറ്റി ഡെവലപ്മെന്റ്. അല്ലെ, യൂത്തും ഐഡന്റിറ്റി ഡെവലപ്മെന്റും എന്താണ്, ഒരു തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ യൂത്ത് ആൻഡ് ഐഡന്റിറ്റി ഡെവലപ്മെന്റ് ഫസ്റ്റ് വരുന്ന പോയിന്റ് ആണ് എന്ത്? സോഷ്യൽ ബേസിസ് ഓഫ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് യൂത്ത് ആൻഡ് ഐഡന്റിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. യൂത്ത് ആൻഡ് ഐഡന്റിറ്റി ഡെവലപ്മെന്റ്, എങ്ങനെയാണ് യൂത്തും യൗവനവും അല്ലെങ്കിൽ യൂത്തും ഐഡന്റിറ്റിയും തമ്മിലുള്ള ആ ഒരു ഒപ്പമുള്ള വളർച്ച എങ്ങനെയാണെന്ന് നോക്കാം. യൂത്ത് ഈസ് എ ക്രൂഷ്യൽ സ്റ്റേജ് ഫോർ ഐഡന്റിറ്റി ഫോർമേഷൻ.
നമ്മുടെ ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്നതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ആ ഒരു റോള് കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയയാണ് കൗമാരം അഥവാ യൂത്ത് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ, യങ് പീപ്പിൾ ഫേസ് ആൻ ഐഡൻറ്റിറ്റി ക്രൈസിസ് where they explore values, കാരിയേഴ്സ് ആൻഡ് ബിലീവ്സ് അല്ലേ. എറിക് എറിക്സന്റെ പോയിന്റ് ഓഫ് വ്യൂ അദ്ദേഹം പറയുന്നത് ആ ഒരു യൂത്ത് ഏജിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിടേണ്ടി വരാറ് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ കാരണത്തിലാണ്? അവരുടെ കരിയേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ വാല്യൂസ്, അവരുടെ വിശ്വാസങ്ങൾ, അതെല്ലാം അവർക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ആ ഒരു ഏജാണ് അവരുടെ യൂത്തിൻ്റെ ഒരു ഏജ്, ഒരു മനുഷ്യൻ്റെ ഒരു ഏജാണ് യൂത്ത് എന്ന് പറയുന്നതാണ് എറിക് എറിക്സന്റെ പോയിന്റ് ഓഫ് വ്യൂ അദ്ദേഹം പറയുന്നുണ്ട്. സൊസൈറ്റി പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എക്സ്പെരിമെൻറ്റേഷൻ ബിഫോർ അഡൾട്ട്. അല്ലേ, ഒരു വ്യക്തി വലുതാവുന്നതിന് മുമ്പ് സൊസൈറ്റി ആ വ്യക്തിയെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ടൈമാണ്, ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഫോർമേഷനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ടൈമാണ് ആക്ച്വലി യൂത്ത് എന്ന് പറയുന്നത്. അവരുടെ ഐഡൻറ്റിറ്റി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതുള്ള ആ ഒരു നെട്ടോട്ടം ഉണ്ടല്ലോ, ആ സമയമാണ് ആക്ച്വലി യൂത്ത് എന്നാണ് പറയുന്നത്. ആര്? എറിക് എറിക്സന്റെ പോയിന്റ് ഓഫ് വ്യൂ അദ്ദേഹം അതേ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു യൂത്ത് ആൻഡ് ഐഡൻറ്റിറ്റിയിൽ നമ്മൾ സോഷ്യൽ ബേസിസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? എങ്ങനെയാണ് സൊസൈറ്റിയും അല്ലെങ്കിൽ സമൂഹവുമായിട്ട് എങ്ങനെയാണ് ഈ ഒരു യൂത്ത് അല്ലെങ്കിൽ ഈ ഒരു ഐഡൻറ്റിറ്റി എങ്ങനെ യൂത്തും ഐഡൻറ്റിറ്റിയും സൊസൈറ്റിയുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആണ് നമുക്ക് നോക്കി വെക്കാം. സോ സോഷ്യൽ ബേസിസ് ഓഫ് ഐഡൻറ്റിറ്റി. Identity is rooted in social structures and systems of stratification. So, ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ശരിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒന്നല്ല എന്നാണ് പറയുന്നത്. എന്താ? അതൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു സംഭവമല്ല, മറിച്ച് എന്താണ്? സമൂഹത്തിലെ വർഗീകരണ സംവിധാനങ്ങളിൽ ഒന്നാണ്. ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ വർഗീകരണ സംവിധാനം എന്നാണ്. സോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് സ്ട്രാറ്റിഫിക്കേഷൻ സമൂഹവുമായി സൊസൈറ്റിയുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് ഐഡൻറ്റിറ്റി എന്നാണ് പറയുന്നത്. Individuals do not form identity in isolation. It is shaped by social categories like caste, class, gender, religion and age. അല്ലേ, ഈ ഒരു മറ്റേ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിയുന്നതല്ല ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ ഐഡൻറ്റിറ്റി ഒരു വ്യക്തിപരമായിട്ട് കണ്ടുപിടിക്കുന്ന ഒന്നല്ല, മറിച്ച് സോഷ്യൽ കാറ്റഗറീസ് ആയിട്ടുള്ള ലൈക്ക് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, റിലീജിയൻ, ഏജ്, ഇതെല്ലാം അതിലെന്താണ് റിലേറ്റഡ് ആണ്. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി പൂർണ്ണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തിനൊക്കെ റോളുണ്ട്? ആ വ്യക്തിയുടെ കാസ്റ്റിന്, ക്ലാസ്സിന്, ജെൻഡറിന്, റിലീജിയന്, ഏജിന്, ഇതിനെല്ലാം വലിയൊരു റോള് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതല്ലാതെ സ്വയം എൻ്റെ ഐഡൻറ്റിറ്റി ഇന്നതാണ് ഞാൻ വെളിപ്പെടുത്തുന്നതിലല്ല കാര്യം. അത് സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്, സമൂഹപരവുമായിട്ട് സ്ട്രാറ്റിഫിക്കേഷനും കൂടെ ആയിട്ട് കമ്പയർ ചെയ്ത് റെഡി ആവുമ്പോഴേ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി പൂർണ്ണതയിൽ എത്തുന്നുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് തിങ് എന്താ? റേസ്, എത്തനിസിറ്റി, കാസ്റ്റ്. അല്ലേ, നമ്മളെ കാസ്റ്റും ഐഡൻറ്റിറ്റി തമ്മിൽ എന്താണ് ബന്ധം? റേസ് റിഫേഴ്സ് ടു പെർസീവ്ഡ് ബയോളജിക്കൽ ഡിഫറൻസസ്, സ്കിൻ കളർ, ഫേഷ്യൽ ഫീച്ചേഴ്സ്. അല്ലേ, ഈ ഒരു റേസ് എന്ന് പറഞ്ഞാൽ ജൈവിക വ്യത്യാസങ്ങളെയാണ് നമ്മൾ റേസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ അമേരിക്കക്കാരൊക്കെ നല്ലോണം വെളുത്ത വർഗ്ഗക്കാരാണെന്ന് പറയാറുണ്ട്, ആഫ്രിക്കക്കാരൊക്കെ കറുത്ത വർഗ്ഗക്കാരാണെന്ന് പറയാറുണ്ട്. സോ ഒരാളുടെ കളർ വെച്ചിട്ട് ഫേഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സോ അല്ലെങ്കിൽ സ്കിൻ കളറൊക്കെ ഉപയോഗിച്ചിട്ട് ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി തിരിച്ചു മാറ്റുന്നതിനെയാണ് റേസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ റേസ് എന്ന് പറഞ്ഞാൽ പെർസീവ്ഡ് ബയോളജിക്കൽ ഡിഫറൻസസ്. ഓക്കെ, സ്കിൻ കളറും ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് റേസ് എന്ന് പറഞ്ഞാൽ. എത്തനിസിറ്റി എന്താ? എത്തനിസിറ്റി റിഫേഴ്സ് ടു കൾച്ചറൽ ഡിഫറൻസസ് ലൈക്ക് ലാംഗ്വേജ്, ഹിസ്റ്ററി, ട്രഡീഷൻസ്. അല്ലേ, സംസ്കാരപരമായ വ്യത്യാസങ്ങളാണ് എത്തനിസിറ്റി എന്ന് പറയുക. പല ആളുകൾക്കും പല സംസ്കാരങ്ങളായിരിക്കും, പല ഭാഷകളായിരിക്കും, പല ഭാഷാ ടോണുകളായിരിക്കും. അല്ലേ, അതിനാണ് എത്തനിസിറ്റി എന്ന് പറയാം. നെക്സ്റ്റ് എന്താ? കാസ്റ്റ്. Caste is a rigid social hierarchy based on birth, especially in South Asia.
ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി സൗത്ത് ഏഷ്യയിലാണ് ഈ കാസ്റ്റ് ഉള്ളത്. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ മുതലേക്ക് അതിൻ്റെ കാസ്റ്റ് എന്താണ്, അവിടെ തന്നെ തുടങ്ങുകയാണ് അതിൻ്റെ കാസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ കുറേ സമയമൊന്നും പോകണ്ട. കാസ്റ്റ് എന്നുള്ള ഐഡൻറ്റിറ്റി ഒരു കുട്ടി ജനിച്ച് വരുന്ന ആ ഒരു മൊമെൻറ്റ് മുതൽക്ക് അതിലെന്താണ് കാസ്റ്റ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഉണ്ടാവുകയാണ്. ഓക്കെ, അത് വളരെ അടിസ്ഥാനമായിട്ടുള്ള വളരെ കർശനമായിട്ടുള്ളൊരു സംഭവമാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. These identities affect marriage, food habits, occupation and social status. അല്ലേ, ഈ പറഞ്ഞ എല്ലാ ഐഡൻറ്റിറ്റീസും ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തി തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം, മാരേജ് സമയത്ത് ബാധിക്കാറുണ്ട്. ഒരു വ്യക്തിയുടെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ സമയത്ത് ബാധിക്കാറുണ്ട്. ഒരാളുടെ ഒക്യുപ്പേഷനിൽ ബാധിക്കാറുണ്ട്. സോഷ്യൽ സ്റ്റേറ്റസിനെ ഈ സോഷ്യൽ സ്റ്റേറ്റസിനൊക്കെ ഈ പറഞ്ഞ റേസ് ആയാലും എതൻസിറ്റി ആയാലും അതുപോലെ തന്നെ കാസ്റ്റ് ആയാലും ഇതെല്ലാം ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഓരോ വ്യക്തികളും യുണീക്കാണ്, ഓരോ ക്യാരക്ടറുള്ളവരാണ്. അതെല്ലാം ഒരുമിച്ച് അവരുടെ ഐഡൻറ്റിറ്റി പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് പറഞ്ഞതുകൊണ്ടാവില്ല. സമൂഹവുമായി സോഷ്യലി കണക്റ്റഡ് ആണ്. അതിൻ്റെ ഭാഗങ്ങളാണ് റേസും എഥനിസിറ്റിയും കാസ്റ്റും ഒക്കെ. സോ ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ. സെക്കൻഡ് തിങ് എന്താണ്, ക്ലാസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ലോ ക്ലാസ്, മിഡിൽ ക്ലാസ് ഒക്കെ പറയാറില്ലേ, ക്ലാസ് ആണ്. ക്ലാസ് എഫക്ട്സ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിൽ എന്നിവയിലൊക്കെ അവസരങ്ങൾ നിശ്ചയിക്കുന്നത് ആക്ച്വലി ഈ ക്ലാസ് ആണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്, എഡ്യൂക്കേഷനായാലും ഹെൽത്ത് കെയർ ആയാലും എംപ്ലോയ്മെൻറ്റിൻ്റെ ഒക്കെ സമയത്ത് നല്ല ക്ലാസ്സിലുള്ള ആളുകൾക്ക് നല്ല ഉയർന്ന ജോലി, നല്ല ഉയർന്ന എഡ്യൂക്കേഷൻ, ഉയർന്ന ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് ക്ലാസ് കുറഞ്ഞ ആൾക്കാർക്ക് അതിനനുസരിച്ച് സെറ്റപ്പ്. സോ ക്ലാസ് എന്തെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, ഒരാളുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, എംപ്ലോയ്മെൻറ്റ് ഇതിലെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവസരങ്ങൾ നിശ്ചയിക്കുന്നത് ക്ലാസ് ആണെന്നാണ് പറയുന്നത്. എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ ഡിറ്റർമൈൻ ലൈഫ് ചാൻസസ്. അതുപോലെ തന്നെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മൂലധനങ്ങൾ ജീവിതാവസാനം വരെ ബാധിക്കാൻ ഈ ഒരു ക്ലാസ് സഹായകമാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ ക്യാപിറ്റലൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ എന്ത് വലിയ റോളുണ്ട്, ക്ലാസ്സിന് വലിയൊരു റോളുണ്ട്. ദെൻ പിയർ ബൗഡറി പറയുന്നൊരു കാര്യമാണ്, എന്താ പറയുന്നത്, എക്സ്പ്ലെയിൻസ് ഹൗ കൾച്ചറൽ ക്യാപിറ്റൽ, ലാംഗ്വേജ് സ്കിൽ റീപ്രൊഡ്യൂസസ് ഇനിക്വാലിറ്റി. അല്ലെ, എങ്ങനെയാണ് ഇനിക്വാലിറ്റിയുമായിട്ട് ആൾ പറയുന്നത് വളരെ തരത്തിലുള്ള ഈ ക്ലാസ്സിൻ്റെ ബേസിൽ കുറേ തരത്തിലുള്ള ഇനിക്വാലിറ്റികൾ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ്, അവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം പിയർ ബോഡി എക്സ്പ്ലെയിൻ വളരെ നല്ല രീതിക്ക് ലാംഗ്വേജ് സ്കില്ലൊക്കെ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. സോ അതാണ് ക്ലാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താ, റിലീജിയൻ. അല്ലേ, റിലീജിയൻ എന്താ, റിലീജിയൻ പ്രൊവൈഡ്സ് മോറൽ വാല്യൂസ് ആൻഡ് വേൾഡ് വ്യൂ. അല്ലേ, റിലീജിയൻ എന്ത് ചെയ്യുന്നു, കറക്റ്റ് മോറലായുള്ള കാര്യങ്ങളെയും ഈ ഒരു ലോകത്തെക്കുറിച്ചിട്ടുള്ളൊരു അറിവ് നൽകുന്നത് എന്താണ്, റിലീജിയൻ മതങ്ങളിലൂടെയാണെന്നാണ് പറയുന്നത്. റിലീജിയസ് ഐഡൻറ്റിറ്റി ഈസ് ഓഫൺ ഫോംഡ് ഏർലി ഇൻ ലൈഫ്. അല്ലേ, അതുപോലെ തന്നെ ഈ റിലീജിയസ് ഐഡൻറ്റിറ്റി മതപരമായുള്ള സംഭവം ഇതുപോലെ തന്നെ ലൈഫിൻ്റെ ഏർലി സ്റ്റേജ് മുതൽക്ക് തന്നെ ആരംഭഘട്ടത്തിൽ തന്നെ എന്തുണ്ടെന്നാണ് പറയുന്നത്, ഈ ഒരു റിലീജിയവുമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇൻ മോഡേൺ സൊസൈറ്റീസ് റിലീജിയൻ ക്യാൻ ബിക്കം എ സോഴ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് എക്സ്ട്രീമിസം. അല്ലേ, ഇപ്പോഴത്തെ ഒരു മോഡേൺ സൊസൈറ്റിയിൽ സംഘർഷങ്ങൾക്കും കാരണമാകുന്നത് എന്തുതന്നെയാണ്, മതങ്ങൾ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് കോൺഫ്ലിക്റ്റുകളും ഒരുപാട് എക്സ്ട്രീമിസംസ്, അടികളും വഴക്കുകളൊക്കെ ഈ ഒരു റിലീജിയൻസ് തമ്മിൽ ഉണ്ടാവാറുണ്ട്. അതും ഈ ഒരു മോഡേൺ സൊസൈറ്റിയിൽ തന്നെയാണെന്നാണ് പറയുന്നത്. സോ ഈ റിലീജിയൻ എന്ന് പറയുന്നത് ഇപ്പം പെട്ടെന്ന് ഫോം ചെയ്യുന്നൊരു സംഭവമൊന്നുമല്ല. കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരു കുട്ടീൻ്റെ ചെറുപ്പം മുതൽക്കേ എന്തുണ്ട്, റിലീജിയൻ ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ, സെക്ഷുവാലിറ്റി. അല്ലേ, സെക്ഷൽ ഐഡൻറ്റിറ്റീസ് അവെയർനെസ് ഓഫ് വൺ സെൽഫ് ആസ് എ സെക്ഷുവൽ ബീങ്. അല്ലേ, ഒരു വ്യക്തി ഒരാളുടെ ഞാൻ എങ്ങനെയാണ് ഒരാളുടെ സെക്ഷുവാലിറ്റി ആ വ്യക്തി തന്നെയാണ് എന്ത് ചെയ്യണത്, തിരിച്ചറിയുന്നത്. റെക്കഗ്നീഷൻ ഓഫ് സെക്ഷൽ ഓറിയൻറ്റേഷൻ ഓഫൺ ഹാപ്പൻസ് ലേറ്റർ ദാൻ അതർ ഐഡൻറ്റിറ്റീസ്. അല്ലേ, ഈ ഒരു മറ്റ് എല്ലാ ഐഡൻറ്റിറ്റീസും ഒരുപക്ഷെ വൈകിട്ടാവും നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവുക, അത്ര പെട്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഒരു സെക്ഷൽ ഐഡൻറ്റിറ്റി ഒരു വ്യക്തി
അപ്പം തന്നെ ആ സ്പോട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇറ്റ് ഇൻവോൾവ്സ് നെഗോട്ടിയേഷൻ ബിറ്റ്വീൻ സെൽഫ് ആൻഡ് സൊസൈറ്റി. അവിടെയും സമൂഹവുമായിട്ട് ഒരു പൊരുത്തപ്പെടൽ ആവശ്യമാണ്, അനിവാര്യമാണെന്നാണ് പറയുന്നത് അല്ലേ. നമ്മുടെ ഇപ്പോൾ ഒരു മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഏതൊരു കാറ്റഗറിയിൽ വരുന്ന സെക്ഷുവാലിറ്റി ആണെങ്കിലും സൊസൈറ്റിയുമായി സമൂഹവുമായിട്ടൊരു ഇടപഴകൽ ഉണ്ടാകുമ്പോൾ നടക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ആ ഒരു ജെൻഡർ അല്ലെങ്കിൽ ഏത് സെക്ഷുവാലിറ്റി ആണെന്നതിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ സമൂഹവുമായിട്ടുള്ള ഒരു നെഗോട്ടിയേഷൻ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. സൊസൈറ്റിയും സെൽഫും തമ്മിലുള്ള ഒരു നെഗോട്ടിയേഷൻ അനിവാര്യമായുള്ള സംഭവമാണ് എന്ന്, പൊരുത്തപ്പെടൽ അനിവാര്യമാണെന്നാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ്, ജെൻഡർ. ജെൻഡർ ഐഡൻറ്റിറ്റി ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്, നോട്ട് ബയോളജിക്കൽ. ഈ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റ് ആയ ഒന്നാണ്, അല്ലാതെ ബയോളജിക്കലി ജന്മനാ ഞാൻ പുരുഷനാണ് സ്ത്രീയാണെന്നുള്ളത് ജന്മനാ ആയിരിക്കുന്ന ഒന്നല്ല. മറിച്ച് ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ ജെൻഡർ നമ്മൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫീമെയിൽ ബോഡി ആയതുകൊണ്ട് അവരുടെ ജെൻഡർ ഫീമെയിൽ ആവണം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ബോഡി മേ ബി അതായിരിക്കാം, പക്ഷേ അത് നമ്മൾ സമൂഹവുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മുടെ ജെൻഡർ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. ജെൻഡർ ഐഡൻറ്റിറ്റി സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, അതല്ലാതെ ബയോളജിക്കലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒന്നല്ല. ജെൻഡർ റോൾസ് ആർ ലേൺ ത്രൂ സോഷ്യലൈസേഷൻ. സമൂഹവുമായി ഇടപഴകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജെൻഡർ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. റെയിൻഫോഴ്സ് ത്രൂ ഫാമിലി, എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയിലൂടെയും നമ്മുടെ എഡ്യൂക്കേഷനിലൂടെയും നമ്മുടെ പലതരത്തിലുള്ള കൾച്ചറിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ജെൻഡറിനെ തിരിച്ചറിയാൻ സഹായകമാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ജെൻഡർ. പിന്നെന്താ, ഏജ് അല്ലേ. ഏജ് എന്താണ്? ഏജ് ഐഡൻറ്റിറ്റി ഈസ് ബോത്ത് ബയോളജിക്കൽ ആൻഡ് സോഷ്യലി ഡിഫറൻറ്റ്. ഏജ് എന്ന് പറയുന്നത് ബയോളജിക്കലി തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരു വർഷം ജനിച്ചപ്പോൾ ഓരോ വയസ്സ് കൂടുമ്പോൾ നമുക്ക് വയസ്സ് കൂടുന്നുണ്ട്. ഇത് ബയോളജിക്കലി കൺസ്ട്രക്റ്റഡ് ആയാലും ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ സോഷ്യലി ഡിഫൈൻഡ് ആണ്, സമൂഹവുമായി സൊസൈറ്റിയുമായിട്ടും ഡിഫൈൻ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഏജ് എന്ന് പറയുന്നത്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചേഞ്ച് വിത്ത് ഏജ് അല്ലേ. ഓരോ ഏജ് കൂടുന്തോറും നമ്മുടെ റോൾസും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും എന്ത് ചെയ്യും, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഒരു 10 വയസ്സുകാരിയുടെ റോളായിരിക്കില്ല, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കില്ല ഒരു 20 വയസ്സായിരിക്കും, അതായിരിക്കില്ല ഒരു 30 വയസ്സായിരിക്കും, അതാവില്ല ഒരു 60 വയസ്സായിരിക്കും. സോ ഓരോ ഏജ് കൂടുന്തോറും അവരുടെ റോൾസും റെസ്പോൺസിബിലിറ്റീസും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. യൂത്ത്, അഡൾട്ട്ഹുഡ് ആൻഡ് ഓൾഡ് ഏജ് ആർ കൾച്ചറലി കൺസ്ട്രക്റ്റഡ് അല്ലേ. യൂത്ത്, അഡൾട്ട്ഹുഡ്, ഓൾഡ് ഏജ് ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ ഏറ്റവും റൂളുകൾ ചേഞ്ച് ആവുന്ന, നമ്മൾ ഒരുപാട് നമ്മുടെ ലൈഫിന് ചേഞ്ച് ആവുന്ന കുറച്ചല്ല ചേഞ്ച് ആവുന്ന ഏജുകൾ എന്ന് പറയുന്നത് യൂത്തും അഡൾട്ട്ഹുഡും ഓൾഡ് ഏജുമാണ്. ദെൻ ഡിസബിലിറ്റി അല്ലേ. ഡിസബിലിറ്റി ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്, നോട്ട് ജസ്റ്റ് മെഡിക്കൽ. സത്യം പറഞ്ഞാൽ ഈ ഡിസബിലിറ്റി എന്ന് പറയുന്നത് മെഡിക്കലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒന്നല്ല, മറിച്ച് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആക്കുന്ന ഒന്നാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. സൊസൈറ്റി ക്രിയേറ്റ്സ് ബാരിയേഴ്സ് ദാറ്റ് ഡിസേബിൾ ഇൻഡിവിജ്വൽസ് അല്ലേ. സാമൂഹിക തടസ്സങ്ങളാണ് സത്യം പറഞ്ഞാൽ, സമൂഹമാണ് സൊസൈറ്റി അടിത്തത്തിലുള്ള ബാരിയേഴ്സ്, തടസ്സങ്ങൾ വെക്കുന്നത്. അവർക്ക് അവർ ഡിസേബിൾഡ് ആണെന്നുള്ളത് ചുറ്റിലും കാണുന്ന സൊസൈറ്റിയാണ് അവരായിട്ട് ഇടപഴകാൻ തയ്യാറാവാത്ത ഒരു കൂട്ടം ആളുകളാണ് അവർ ഡിസേബിൾഡ് ആണ് എന്നുള്ളത് പറയുന്നത്. ഡിസബിലിറ്റി ഐഡൻറ്റിറ്റി ഇൻവോൾവ്സ് നെഗോട്ടിയേഷൻ വിത്ത് സോഷ്യൽ സിസ്റ്റംസ് അല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിസബിലിറ്റിക്കും സമൂഹവുമായി സോഷ്യലുമായി ഒരു കണക്ഷൻ വേണം. അവർ തമ്മിലും ഒരു ഇടപഴകൽ അനിവാര്യമായിട്ടുള്ള സംഭവമാണെന്നാണ് പറയുന്നത്. അതില്ലാത്തത് കൊണ്ടാണ് പല ആളുകളും ഡിസേബിൾഡ് ആണ് എന്നുള്ളത് നമ്മളോട് ഒറ്റയടിക്ക് ഉറച്ച് വിശ്വസിക്കുന്നത്. മേ ബി നമ്മൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്താൽ അവർ ആ ഡിസേബിലിറ്റി നമുക്കൊരു ഡിസേബിൾഡ് പേഴ്സൺ ആക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും വെക്കുന്നൊരു പേഴ്സൺ ആക്കാൻ സാധിക്കും. പക്ഷേ സൊസൈറ്റി അവരെ അംഗീകരിക്കാൻ പലപ്പോഴും തയ്യാറാവാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ് അത് എന്ന് പറയുന്നത്. ഓക്കെ, സോ യൂത്ത് ആൻഡ് ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് എന്തൊക്കെയാണ് ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റിന് എന്തെല്ലാം പ്രക്രിയകൾ കാരണമാകുന്നു എന്നാണ് പറഞ്ഞത്. സോ സോഷ്യൽ ബേസിസ് ഓഫ് ഐഡൻറ്റിറ്റി എന്താണെന്ന് പറഞ്ഞു, അതിൽ വരുന്ന റേസും എത്തനിസിറ്റിയും കാസ്റ്റും പറഞ്ഞു, പിന്നെ ക്ലാസ്, റിലീജിയൻ, സെക്ഷുവാലിറ്റി, ജെൻഡർ പറഞ്ഞു, ഏജ് പറഞ്ഞു, ഡിസേബിലിറ്റിയും പറഞ്ഞു. ഓക്കെ, സോ ആ ഒരു പോയിൻറ്റും ആ ഒരു ഏരിയയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്
സോഷ്യൽ സൈക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഓൺ ഐഡൻറ്റിറ്റി. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ആ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലോ അല്ലേ, നോക്കി വെക്കാം. ദിസ് സെക്ഷൻ എക്സ്പ്ലെയിൻസ് ഹൗ ഐഡൻറ്റിറ്റി ഡെവലപ്സ് ത്രൂ ഇൻ്ററാക്ഷൻ, കമ്പാരിസൺ ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ്സ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക്, ഈ ഒരു സെക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഐഡൻറ്റിറ്റി എങ്ങനെയാണ് ഇൻ്ററാക്ഷനിലൂടെയും സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലൂടെയും കമ്പാരിസണിലൂടെയും സൈക്കോളജിക്കൽ പ്രോസസ്സിലൂടെയൊക്കെ രൂപപ്പെടുന്നത് എന്നാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ സിംബോളിക് ഇൻട്രാക്ഷനിസം, GH മെഡും കൂളിയും കൂടെ പറഞ്ഞിട്ടുള്ള ആ ഒരു സിംബോളിക് ഇൻട്രാക്ഷനിസം എന്താണെന്ന് നോക്കാം. ഐഡൻറ്റിറ്റി ഡെവലപ്സ് ത്രൂ സോഷ്യൽ ഇൻറ്ററാക്ഷൻ. സോ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് സാമൂഹികമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് എന്നാണ് കൂളിയും GH മെഡും കൂടെ പറയുന്നത്. ശരിയാണല്ലേ? നമ്മുടെ ഐഡൻറ്റിറ്റി ഫോർമേഷൻ സംഭവിക്കുന്നത് നമ്മൾ സമൂഹവുമായിട്ട് ഇടപഴകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഐഡൻറ്റിറ്റി ഫോർമേഷൻ ഉണ്ടാവുന്നത് എന്നാണ് GH മെഡും കൂളിയും കൂടി പറഞ്ഞ കാര്യം. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്, കൂളി പറയുന്ന കാര്യമാണ് എന്ത്, ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്. എന്താ അത്? വി സീ അവർ സെൽസ് ത്രൂ അതേഴ്സ് റിയാക്ഷൻസ് അല്ലേ. നമ്മൾ സത്യം പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിലാണ് നമ്മളെ സ്വയം ബോധമായിരിക്കണം അല്ലേ. എന്നുവെച്ചാൽ മനസ്സിലായിട്ടുണ്ടാവില്ല, നമ്മളെ എങ്ങനെയാണ്, ഇപ്പം ഞാനൊരു പെൺകുട്ടിയുടെ വേഷം കെട്ടിയാൽ മറ്റൊരാളിനെ എന്ത് ചെയ്യും, ഓക്കെ ഗേളായിട്ട് കണക്കാക്കുന്നു. ഒരു ആൺകുട്ടിയുടെ വേഷം കെട്ടിയാൽ അതേ മേ ബി അവരെന്താ ബോയ് ആയിട്ട് കണക്കാക്കുന്നു. സോ നമ്മുടെ ലുക്ക് വൈസ്, നമ്മുടെ സ്വഭാവം, നമ്മളെ അപ്പിയറൻസ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്നാണ് കൂളി പറയുന്നൊരു കാര്യം. സെൽഫ് ഈസ് നോട്ട് ഫിക്സഡ്, ദിസ് ഷെയ്ഡ് കണ്ടിന്യൂസ്ലി. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താ, കണ്ടിന്യൂസ് ആയി നടക്കുന്ന ഒരു സംഭവമാണ്, അല്ലാതെ ഒരു കോൺസ്റ്റൻ്റ് ആയ ഒരു സംഭവമല്ല, അത് ഫിക്സഡ് അല്ല. ഇറ്റ് ഷേപ്പ് കണ്ടിന്യൂസ്ലി, അത് കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഐഡൻറ്റിറ്റി എന്നാണ് പറയുന്നത്. സോ സിംബോളിക് ഇൻട്രാക്ഷൻസും GH മെഡ് ആൻഡ് കൂളി പറയുന്ന മൂന്നേ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ, സാമൂഹിക ഇടപെടലിലൂടെയാണ് ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, നമ്മളെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് പറയുന്നിടത്തല്ല നമ്മുടെ ഐഡൻറ്റിറ്റി. നമ്മളെ മറ്റുള്ളവർ നോക്കിക്കാണുന്ന രീതിയിലാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഇരിക്കുന്നത്. ആൻഡ് ഐഡൻറ്റിറ്റി ഫിക്സഡ് അല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ട് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി. ഹെൻറി താജ്ഫെലിൻ്റെ സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി എന്താ? ഐഡൻറ്റിറ്റി ഈസ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് അല്ലേ. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പായിട്ട് മെമ്പർഷിപ്പിൽ അതിലുള്ള തിരിച്ചറിവാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇൻഡിവിജ്വലായിട്ട് തിരിച്ചറിയുന്നതല്ല ഐഡൻറ്റിറ്റി. ഒരു 10 പേര് ഗ്രൂപ്പായിരിക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ നിന്നും തിരിച്ചറിയുന്നൊരു തിരിച്ചറിവാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇൻ ഗ്രൂപ്പ് വേഴ്സസ് ഔട്ട് ഗ്രൂപ്പ് കമ്പാരിസൺ അല്ലേ. ഞങ്ങൾ വേഴ്സസ് അവർ, ഇൻ ഗ്രൂപ്പ് ഞങ്ങൾ വേഴ്സസ് അവർ എന്ന് തമ്മിൽ ഉള്ളൊരു വിഭജനമാണ്, ഒരു കമ്പാരിസൺ ആണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ലീഡ്സ് ടു സ്റ്റിറിയോടൈപ്പിംഗ് ആൻഡ് പ്രെജുഡിസ് അല്ലേ. മുൻവിധികൾക്ക്, പലതരത്തിലുള്ള മുൻവിധികൾക്ക് ഇത് കാരണമാകാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കാതെ ജഡ്ജ് ചെയ്യുന്നതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ആ ഒരു സംഭവം എന്ന് അല്ലേ. നമ്മളൊരു ഗ്രൂപ്പിൽ ഇരുന്ന് 10 പേരോട് സംസാരിച്ച് 10 പേരുമായിട്ട് ഇണങ്ങുമ്പോഴേ ഒരു വ്യക്തിക്ക് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതല്ലാത്ത കാരണത്താൽ നമ്മൾ എന്നൊരു വ്യക്തിയെ മനസ്സിലാക്കാതെ ഒരു പറയുമ്പോൾ, ഒരുപാട് ജുഡൈസ് പറയുമ്പോൾ, മുൻകരുതലുകൾ പറയുമ്പോൾ അവിടെ എന്തുണ്ടാവുകയാണ്, ഒരു വ്യക്തിയെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാത്തൊരു ഐഡൻറ്റിറ്റി, ക്ലിയർ ആവാത്തൊരു പ്രശ്നം നേരിടേണ്ടി വരുന്നതായിരിക്കും. നെക്സ്റ്റ്, എറിക്സോണിയൻ പേഴ്സ്പെക്റ്റീവ്. എറിക്സന്റെ പേഴ്സ്പെക്റ്റീവ് എന്താ? ഐഡൻറ്റിറ്റി ഫോർമേഷൻ ഈസ് സെൻട്രൽ ഡ്യൂറിങ് അഡോളസൻസ് അല്ലേ. അഡോളസൻസിലാണ് സത്യം പറഞ്ഞാൽ ഈ ഐഡൻറ്റിറ്റി രൂപപ്പെടുന്നത് എന്നാണ് ആര് പറയുന്നത്? എറിക്സൺ പറയുന്നത്. ക്രൈസിസ്, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ആ സമയത്ത് നമുക്ക് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി, എന്തൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ആവും, എന്തൊക്കെയാണ് ഇപ്പോൾ നേരിടുന്നത്. ആ സ്റ്റേജിൽ നമ്മൾ സ്വാഭാവികമായിട്ടൊരു കുട്ടിയിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ ഒരുപാട് ചേഞ്ചസ് നമ്മൾ ബോഡിയിൽ വരുമ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. സോ ആ ഒരു ഏജിലായിരിക്കും പല കുട്ടികളും പല ആളുകളും ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിടേണ്ടി വരുന്നത്. നെക്സ്റ്റ് എന്താ? യൂത്ത് എക്സ്പ്ലോസ് റോൾസ്, വാല്യൂസ് ആൻഡ് ഗോൾസ് അല്ലേ. യൂത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മൂല്യങ്ങളും വേഷങ്ങളും ഒക്കെ പരീക്ഷിക്കുന്നുണ്ട് എന്നും
പറയുന്നുണ്ട്. ഓക്കെ, യൂത്ത് ഓരോരോ ഘട്ടങ്ങളിലും ഓരോരോ വേഷങ്ങളിലൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്താ, മാർക്കിയാസ് മോഡൽ ഓഫ് ഐഡന്റിറ്റി അല്ലെ. മാർക്കിയാസ് മോഡൽ ഓഫ് ഐഡന്റിറ്റി 4 എണ്ണുള്ളത്. എന്തൊക്കെയാണ്? ഐഡന്റിറ്റി അച്ചീവ്മെന്റ്. എന്താ ഐഡന്റിറ്റി അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറേഷൻ പ്ലസ് കമ്മിറ്റ്മെന്റ് അല്ലെ. പരീക്ഷണവും പ്രതിബദ്ധതയും. ഇതാണ് എക്സ്പ്ലോറേഷൻ എന്ന് വെച്ചാൽ പരീക്ഷണം, കമ്മിറ്റ്മെന്റ് പറഞ്ഞാൽ പ്രതിബദ്ധത. സോ ഐഡന്റിറ്റി അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷനും കമ്മിറ്റ്മെന്റും കൂടെ തമ്മിലുള്ളൊരു സംഭവമാണ്. മോട്ടാറിയം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറേഷൻ വിത്തൗട്ട് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു എക്സ്പ്ലോറേഷനെയാണ് മോട്ടാറിയം എന്ന് പറയുക. ഫോർക്ലോഷർ എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് വിത്തൗട്ട് എക്സ്പ്ലോറേഷൻ അല്ലേ. എക്സ്പ്ലോറേഷൻ ഇല്ലാത്ത കമ്മിറ്റ്മെന്റാണ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. എക്സ്പ്ലോറേഷൻ ഇല്ലാത്ത കമ്മിറ്റ്മെന്റിനെ നമ്മൾ ഫോർക്ലോഷർ എന്നും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത എക്സ്പ്ലോറേഷനെ മോട്ടോറിയം എന്നും പറയുന്നു. ഐഡന്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്ലോറേഷനും ഇല്ല, ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. അതാണ് മാർക്കിയാസ് മോഡൽ ഓഫ് ഐഡന്റിറ്റിയിൽ 4 എണ്ണാണുള്ളത്. ഐഡന്റിറ്റി അച്ചീവ്മെന്റ്, മോട്ടോറിയം, ഫോർക്ലോഷർ, ഐഡന്റിറ്റി ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പം അതും അവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഏതാ വരണത്? നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫാമിലി ആസ് എ കോണ്ടെക്സ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അല്ലേ. എങ്ങനെയാണ് ഫാമിലിക്ക്, ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിനെ ഫാമിലി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സോ ഫാമിലി ഈസ് ദ പ്രൈമറി യൂണിറ്റ് ഓഫ് സോഷ്യലൈസേഷൻ. ഒരു കുട്ടി കുടുംബത്തിൽ നിന്നുമാണല്ലേ, കുടുംബ സാമൂഹികവൽക്കരണത്തിൻ്റെ പ്രധാന ഘടകമാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കുട്ടി കുടുംബത്തിൽ നിന്നുമാണ് സൊസൈറ്റിയുമായിട്ട് ഇടപഴകാൻ പഠിക്കുന്നത് അല്ലേ. സമൂഹവുമായിട്ട് ഇടപഴകാൻ ആ കുട്ടി മനസ്സിലാക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. സോ ഫാമിലി ഈസ് ദ പ്രൈമറി യൂണിറ്റ് ഓഫ് സോഷ്യലൈസേഷൻ. ഇറ്റ് ഷേപ്സ് ഇമോഷണൽ, സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ്സ്. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ഇമോഷണലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, മോറൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഷേപ്പും ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് പറയുന്നത് ഫാമിലിയിൽ നിന്നും തന്നെയാണ്. പാരൻറ്റിങ് സ്റ്റൈൽസ് ഇൻഫ്ലുവൻസ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ഐഡൻറ്റിറ്റി ഫോർമേഷനെ പാരൻറ്റിങ് സ്റ്റൈൽസ് നല്ലതുപോലെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു കുട്ടി വലുതായിട്ട് എങ്ങനെ പെരുമാറണം, ആളുകളോട് എങ്ങനെ സംസാരിക്കണം, അങ്ങനെ എല്ലാ തരത്തിലും ആ കുട്ടിയുടെ ഒരു ഐഡൻറ്റിറ്റിയിൽ ആ കുട്ടി എങ്ങനെ ആയിരിക്കണം എന്നതിൽ പാരൻറ്റിങ്ങിന് നല്ലൊരു റോളുണ്ട് എന്നാണ് പറയുന്നത്. ഫാമിലി സ്ട്രക്ചർ എഫക്ട്സ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ ആ ഒരു ഫാമിലിയുടെ സ്ട്രക്ചർ എങ്ങനെയാണോ ആ ഒരു സ്ട്രക്ചറും ഒരു കുട്ടിയുടെ ഐഡൻറ്റിറ്റിയെ നല്ലതുപോലെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഫാമിലി ഇൻ്ററാക്ട്സ് വിത്ത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അല്ലേ. സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ ആ ഫാമിലി എങ്ങനെ ഇടപഴകുന്നുവോ അതും ഒരു കുട്ടിയുടെ ഐഡൻറ്റിറ്റിയെ നല്ലതുപോലെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഒരു കുട്ടിയുടെ ഐഡൻറ്റിറ്റി സത്യം പറഞ്ഞാൽ ഫോർമേഷൻ ചെയ്യുന്നത് ആ ഒരു ഫാമിലിയിൽ നിന്നുമാണ്. ഫാമിലിയിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഫാമിലി ഈസ് ദ പ്രൈമറി യൂണിറ്റ് ഓഫ് സോഷ്യലൈസേഷൻ. ഫാമിലി സോഷ്യലൈസേഷൻ്റെ ഒരു പ്രൈമറി യൂണിറ്റിയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ് ഷേപ്സ്, ഇതെന്തൊക്കെ ഷേപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്? സോഷ്യൽ, ഇമോഷണൽ, മോറൽ ഡെവലപ്മെൻറ്റ് അല്ലെ. സോഷ്യലായിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, മോറൽ ഡെവലപ്മെൻറ്റ് ഷേപ്പ് ചെയ്യുന്നതിൽ അത് നല്ല ഒരു റോള് വഹിക്കുന്നുണ്ട്. പാരൻറ്റിങ് സ്റ്റൈൽസ് ഇൻഫ്ലുവൻസ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ. അതുപോലെ തന്നെ പാരൻറ്റിങ് സ്റ്റൈല് ഐഡൻറ്റിറ്റി ഫോർമേഷനെയും സഹായിക്കുന്നുണ്ട്. ഫാമിലി സ്ട്രക്ചർ എഫക്ട്സ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ഫാമിലി സ്ട്രക്ചർ, ഒരു കുട്ടിയുടെ ഫാമിലി സ്ട്രക്ചർ ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെയും നല്ല തരത്തിൽ ബാധിക്കുന്നുണ്ട്. ഫാമിലി ഇൻ്ററാക്ട്സ് വിത്ത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. അതുപോലെ തന്നെ ഫാമിലി സാംസ്കാരിക സാമൂഹിക പ്രതിബന്ധങ്ങളൊക്കെ എങ്ങനെ അതിലൊക്കെ എങ്ങനെ ചേരുന്നു അല്ലെ അതിലൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ആ കുട്ടിയുടെ ഭാവിയെ അല്ലെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ? പാരൻറ്റിങ് സ്റ്റൈൽസ് അല്ലേ. നമ്മളെ കുട്ടികൾ നമ്മൾ എങ്ങനെ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നതിനനുസരിച്ച് പാരൻറ്റിങ് സ്റ്റൈലിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു കുട്ടിയുടെ മുന്നോട്ടുള്ള ഭാവി ഉണ്ടായിരിക്കുക. സോ പാരൻറ്റിങ് സ്റ്റൈൽസ് എങ്ങനെയാണ് നോക്കാം. ഒന്ന് അതോറിറ്റേറ്റീവ് അല്ലെ. അതോറിറ്റേറ്റീവ് ഉണ്ട്, അതോറിറ്റേറിയൻ ഉണ്ട്, പെർമിസീവ് ഉണ്ട്, അൺഇൻവോൾവ്ഡ് ഉണ്ട്,
ഓക്കെ, ഏതൊക്കെയാണ്? അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് കൺട്രോൾ ആൻഡ് വാംത്ത് അല്ലേ. കൺട്രോളും ബാലൻസ്ഡ് ആയിരിക്കും, വാംത്ത് സ്നേഹവും ബാലൻസ്ഡ് ആയിരിക്കും. നല്ല രീതിക്ക് കുട്ടിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവില്ല, എന്നാൽ നല്ലോണം കുട്ടിനെ സ്നേഹിക്കുന്നുണ്ടായിരിക്കില്ല. രണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിലാണ് അതോറിറ്റേറ്റീവ് എന്ന് പറയാം. അതോറിറ്റേറിയൻ എന്ന് പറയുന്നത് എന്താ? സ്ട്രിക്റ്റ് കൺട്രോൾ, ലോ വാംത്ത്. നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, കർശനമായിട്ട് നിയന്ത്രിക്കുന്നുണ്ടാവും, കുറച്ച് സ്നേഹം കൊടുക്കണമുണ്ടാവുള്ളൂ. പെർമിസീവ് എന്ന് പറയുന്നത് എന്താ? ഹൈ വാംത്ത്, ലോ കൺട്രോൾ അല്ലേ. നല്ലോണം സ്നേഹിക്കുകയും ചെയ്യും, കുറച്ച് കർശനവും കുറച്ച് കൺട്രോളും. അൺഇൻവോൾവ് എന്താ? ലോ വാംത്ത് ആൻഡ് കൺട്രോൾ. സ്നേഹവും കുറവായിരിക്കും, കൺട്രോളും കുറവായിരിക്കും. പാരന്റിങ് സ്റ്റൈൽ എഫക്ട്സ് സെൽഫ് എസ്റ്റീം ആൻഡ് ഓട്ടോണമി അല്ലേ. ഒരു കുട്ടിയുടെ സ്വയം ബോധത്തെ പാരന്റിങ് സ്റ്റൈൽ നല്ലതുപോലെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കുട്ടി എങ്ങനെ പോകണം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഐഡന്റിറ്റി പൂർണ്ണതയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫാമിലിയിൽ നിന്നുമാണ് പാരന്റിങ് സ്റ്റൈൽ ഉണ്ടാവുന്നത്. പാരന്റിങ് സ്റ്റൈലും നല്ല രീതിക്ക് ഒരു റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ 4 പാരന്റിങ് സ്റ്റൈൽസ് ആണത്: അതോറിറ്റേറ്റീവ്, അതോറിറ്റേറിയൻ, പെർമിസീവ്, അൺഇൻവോൾവ്ഡ് അല്ലേ. അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടും കർശനവും സ്നേഹവും നല്ല നിയന്ത്രണത്തിൽ ഒരുപോലെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്കുള്ള കൺട്രോളും കുറച്ച് സ്നേഹവും കൊടുക്കുന്ന രീതി. പെർമിസീവ് എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹവും കുറച്ച് കൺട്രോളും കൊടുക്കുക. അൺഇൻവോൾവ് പറഞ്ഞാൽ സ്നേഹവും കുറവായിരിക്കും, കൺട്രോളും കുറവായിരിക്കും, കുട്ടികളുടെ ഇഷ്ടത്തിൽ അങ്ങനെ നടക്കാം. അതാണ് അൺഇൻവോൾവ്ഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിബ്ലിംഗ് റിലേഷൻഷിപ്സ് അല്ലേ. സിബ്ലിംഗ് റിലേഷൻഷിപ്സ് എന്താ? സിബ്ലിംഗ് റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ സിബ്ലിംഗ് റിലേഷൻഷിപ്സ് ഇൻഫ്ലുവൻസ് സോഷ്യൽ സ്കിൽസ്. ഓക്കെ, സിബ്ലിംഗ് റിലേഷൻഷിപ്സ് സോഷ്യൽ സ്കില്ലിനെ നല്ലപോലെ ബാധിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദേ ഇൻവോൾവ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് അല്ലേ. സിബ്ലിങ്സ് തമ്മിൽ, ചേട്ടനനിയന്മാർ തമ്മിൽ എപ്പോഴും ഒരു വഴക്കും ഉണ്ടാവും, അടികളുണ്ടാവും, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം. അതേപോലെ തന്നെ തമ്മിൽ ഒരു കോപ്പറേഷനും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും എപ്പോഴും ഉണ്ടാവാം. ബർത്ത് ഓർഡർ എഫക്ട്സ് സിബ്ലിംഗ് ഡൈനാമിക്സ്. അതുപോലെ തന്നെ അതിന് മുകളിൽ വരുന്നുണ്ട് അല്ലേ. സിബ്ലിങ്സ് പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട്. അതുപോലെ തന്നെ സിബ്ലിങ്സ് പരസ്പരം ഒരു ഇമോഷണൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഒരാൾക്ക് ഒരു സങ്കടം വരുമ്പോൾ അവിടെ സങ്കടത്തിലൊപ്പം നിൽക്കാറുണ്ട്, സന്തോഷത്തിലൊപ്പം നിൽക്കാറുണ്ട്. സോ സിബ്ലിങ്സ് പരസ്പരം ഒരു ഇമോഷണൽ സപ്പോർട്ടും കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ബർത്ത് ഓർഡർ എഫക്ട്സ് സിബ്ലിംഗ് ഡൈനാമിക്സ്. അതുപോലെ തന്നെ ബർത്ത് ഓർഡറിൽ ഇപ്പോൾ ഒരു കുട്ടി തമ്മിൽ 10 വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ താഴെയുള്ള അനിയനെയോ അനിയത്തിയോ ചിലപ്പോൾ കുഞ്ഞനിയനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞനിയത്തിയായിട്ടാവും കണക്കാക്കുന്നുണ്ടാവുക. ഒരു 20 വയസ്സിലെ വ്യത്യാസമുള്ള കുട്ടികളാണെങ്കിൽ മേ ബി ഒരു അമ്മയും കുട്ടിയും തമ്മിലുള്ള റിലേഷനിലായിരിക്കും ഒരു അനിയനെയും അനിയത്തിനെ കണക്കാക്കുന്നുണ്ടാവുക. ഇനി 2-3 വയസ്സ് വ്യത്യാസമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും പരസ്പരം കണക്കാക്കുന്നുണ്ടാവുക. സോ ആ ഒരു ബർത്ത് ഓർഡർ സിബ്ലിംഗ് ഡൈനാമിക്സ് നല്ലതുപോലെ എഫക്റ്റ് ചെയ്യാറുണ്ട്. സിബ്ലിംഗ് റിലേഷൻ ഷെയ്ഡ് ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ സിബ്ലിംഗ് റിലേഷൻസ് ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റിനെയും നല്ലപോലെ ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് റെഗുലറായിട്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. നെക്സ്റ്റ് എന്താ? ഇൻ്റർ ജനറേഷണൽ റിലേഷൻഷിപ്സ്. എന്താ ഇൻ്റർ ജനറേഷണൽ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ? ഇൻ്റർ ജനറേഷണൽ റിലേഷൻസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ചിൽഡ്രൻ. ഓക്കെ, ഒരു പാരൻറ്റും കുട്ടികളും തമ്മിൽ ഉള്ളൊരു റിലേഷനെയാണ് എന്ത് പറയുക? ഇൻ്റർ ജനറേഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുക. അത് തലമുറകളായിട്ടുള്ളൊരു ബന്ധമാണ്. ഓക്കെ, ഒരു അമ്മയും കുട്ടിയും ഒരു അച്ഛനും കുട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് തലമുറകളായിട്ടുള്ള ബന്ധത്തെയാണ് ഇൻ്റർ ജനറേഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ദേ ആർ മാർക്ക്ഡ് ബൈ സോളിഡാരിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ്. അവ ഐക്യവും സംഘർഷവുമുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. അവ തമ്മിലൊരു സോളിഡാരിറ്റി ഉണ്ടായിരിക്കും, അതേസമയം കോൺഫ്ലിക്റ്റും ഉണ്ടായിരിക്കും. കൾച്ചറൽ വാല്യൂസ് ഷേപ്പ് ദീസ് റിലേഷൻസ്. അതുപോലെ തന്നെ സാംസ്കാരിക മൂല്യങ്ങൾ, കൾച്ചറൽ വാല്യൂസ് ഇവയെ നല്ലതുപോലെ സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. അഡോളസൻസ് ഇൻവോൾവ് സെപ്പറേഷൻ ആൻഡ് ഇൻഡിവിജ്വേഷൻ അല്ലേ. അഡോളസൻസിൻ്റെ ഇടയിലാണ് ഒരു സെപ്പറേഷനും ഇൻഡിവിജ്വേഷനും ഏറെ നടന്നു കാണാറ്. അവർ തമ്മിലാണ് ആ ഒരു ഏജിലാണ് ഏറെ ഈ ഒരു ബന്ധം തമ്മിൽ ഒരു ദൃഢത ഇല്ലാത്തതുപോലെ തോന്നിപ്പോവാറ്. ഹെൽത്തി റിലേഷൻസ് ബാലൻസ് ഓട്ടോണമി ആൻഡ് കളക്ഷൻ. ഒരു ഹെൽത്തി റിലേഷൻ ആണെങ്കിൽ അതൊരു സ്വാതന്ത്ര്യ ബന്ധവും തമ്മിലുള്ള ഒരു തുലനമായ ഒരു ഈക്വൽ ആ റിലേഷൻ ആണെങ്കിൽ ഇത് ഒരുപാട് കാലം ചെയ്യും നീണ്ടു നിൽക്കുകയും ചെയ്യും. പിന്നെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പം എന്താ ഒരു നമ്മളെ അച്ഛനും നമുക്ക് റിലേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതൊരു എന്താ പാരൻറ്റ്
ആൻഡ് ചൈൽഡ് തമ്മിലുള്ളൊരു റിലേഷനാണ്. അതുപോലെ തന്നെ അത് നല്ല രീതിക്ക് കൊണ്ട് നടക്കുക എന്നുള്ളത് ചിലപ്പോൾ അവിടെ സോളിഡാരിറ്റി കുറവുണ്ടായേക്കാം, ഐക്യം ഉണ്ടായേക്കാം, കോൺഫ്ലിക്റ്റ് വഴക്കുകൾ ഉണ്ടായേക്കാം. പക്ഷെ അതൊരു രീതിക്ക് ഒരു തുലനമായിട്ടൊരു ഒരേ സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നിടത്താണ് ആ ഒരു സിസ്റ്റത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് യൂത്ത് ഓട്ടോണമി ആൻഡ് റിലേറ്റഡ്നെസ്. ഓക്കെ, അതിലെന്തൊക്കെയാണ് വരുന്നത്? യൂത്ത് സീക്സ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. എപ്പോഴാണ് ഈ യുവാക്കൾക്ക്, യൂത്തിലുള്ള ആളുകൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോകുന്ന, ഇൻഡിപെൻഡൻസ് തേടി പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് നമ്മുടെ യൂത്തിൽ വരുന്ന ആളുകൾ. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വിത്ത് ഫാമിലി കണ്ടിന്യൂസ്. അതുപോലെ തന്നെ ഫാമിലിയുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ, ആ ഒരു അറ്റാച്ച്മെൻറ്റ് അത് കണ്ടിന്യൂസ് ആയിട്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയുമാണ്. ഐഡൻറ്റിറ്റി ഫോർമേഷൻ ബാലൻസസ് ഓട്ടോണമി ആൻഡ് റിലേറ്റഡ്നെസ്. ഇനി ആ ഒരു വ്യക്തിത്വ രൂപീകരണം, ആ ഐഡൻറ്റിറ്റി ഫോർമേഷൻ ഒരു വ്യക്തിയുടെ ഓട്ടോണമിയെയും സ്വാതന്ത്ര്യത്തിനെയും റിലേറ്റഡ്നെസ്സിനെയും ആ ഒരു കുടുംബത്തിനുള്ളൊരു റിലേഷൻ, അതിന് രണ്ടിനെയും തമ്മിൽ ഈക്വലായിട്ട് തുലനമായിട്ട് കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സോ ഐഡൻറ്റിറ്റി ഫോർമേഷൻ ബാലൻസസ് ഓട്ടോണമി ആൻഡ് റിലേറ്റഡ്നെസ്. ഐഡൻറ്റിറ്റി ഫോർമേഷൻ റിലേറ്റഡ്നെസ്സിനെയും അതുപോലെ തന്നെ പറഞ്ഞാൽ ഓട്ടോണമിയെയും ഒരു നല്ല രീതിക്ക് ബാലൻസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഷേപ്സ് ഓട്ടോണമി. അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലം, നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോണമിയെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ അടിപൊളിയാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. യൂത്ത് ഐഡൻറ്റിറ്റി ഈസ് റിലേഷണൽ നോട്ട് ഐസൊലേറ്റഡ്. യൂത്ത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ബന്ധപരമായിട്ടുള്ള ഒന്നാണ്, എന്ന് വെച്ചാൽ കണക്ഷൻ ഉള്ള ഒന്നാണ്, അതല്ലാതെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല എന്നാണ് പറയുന്നത്. സോ യൂത്ത് സീക്സ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. യൂത്ത് എല്ലായ്പ്പോഴും ഓട്ടോണമി ആഗ്രഹിച്ച് ഇൻഡിപെൻഡൻസ് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വിത്ത് ഫാമിലി കണ്ടിന്യൂസ്. അല്ലെ, ഫാമിലിയുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഐഡൻറ്റിറ്റി ഫോർമേഷൻ ബാലൻസസ് ഓട്ടോണമി ആൻഡ് റിലേറ്റഡ്നെസ്. ഐഡൻറ്റിറ്റി ഫോർമേഷൻ ഓട്ടോണമിയെയും അതുപോലെ തന്നെ റിലേറ്റഡ്നെസ്സിനെയും ബാലൻസ് ആയിട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഷേപ്സ് ഓട്ടോണമി. കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോണമി ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂത്ത് ഐഡൻറ്റിറ്റീസ് റിലേഷണൽ നോട്ട് ഐസൊലേറ്റഡ്. യൂത്ത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് റിലേഷണൽ ആണ്, ബന്ധപരമായിട്ടുള്ള ഒന്നാണ്, അതല്ലാതെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് എന്താ, ഡയമെൻഷൻസ് ഓഫ് ഇന്റർ ജനറേഷണൽ സോളിഡാരിറ്റി. ജനറേഷണൽ സോളിഡാരിറ്റിയുടെ ഡയമെൻഷൻസിനാണ് പറയുന്നത്. അതിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? സ്ട്രക്ചറൽ സോളിഡാരിറ്റി, അസോസിയേഷണൽ സോളിഡാരിറ്റി, അഫക്ച്വൽ സോളിഡാരിറ്റി, നോർമേറ്റീവ് സോളിഡാരിറ്റി ആൻഡ് ഫങ്ഷണൽ സോളിഡാരിറ്റി. ഇങ്ങനെ 5 എണ്ണമാണ് വരുന്നത്. നോക്കാം, എന്താ സ്ട്രക്ചറൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ? റിഫേഴ്സ് ടു ഫിസിക്കൽ പ്രോക്സിമിറ്റി ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ചിൽഡ്രൻ. പാരൻസും കുട്ടികളും തമ്മിലുള്ള ആ ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി, തമ്മിലുള്ള ഒരു ഭൗതികമായുള്ള ഒരു ടച്ച് ഉണ്ടല്ലോ, ആ ഒരു സമീപനത്തെയാണ് എന്ത് പറയുന്നത്, ഫിസിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ലിവിങ് ഇൻ ദ സെയിം ഹൗസ്, സിറ്റി ഓർ കൺട്രി ഇൻക്രീസസ് ഇൻട്രാക്ഷൻ. അല്ലെ, ഒരേ വീട്ടിലോ അല്ലെങ്കിൽ ഒരേ സ്ഥലത്തോ ഒരേ രാജ്യത്തൊക്കെ ജീവിക്കുകയാണെങ്കിൽ ആ ഇൻട്രാക്ഷൻ, ആ ഫിസിക്കൽ ഇൻട്രാക്ഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഗ്രേറ്റർ പ്രോക്സിമിറ്റി ലീഡ്സ് ടു സ്ട്രോങ്ങർ റിലേഷൻഷിപ്സ്. ഗ്രേറ്റർ പ്രോക്സിമിറ്റി ആണെങ്കിൽ നമ്മൾ അടുപ്പം കൂടുന്തോറും ആ ഒരു ഇൻട്രാക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ സ്ട്രക്ചറൽ സോളിഡാരിറ്റി റിഫേഴ്സ് ടു ഫിസിക്കൽ പ്രോക്സിമിറ്റി ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ചിൽഡ്രൻസ്. പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു ഭൗതികമായ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കണക്ഷനെയാണ് എന്ത് പറയുന്നത്, സ്ട്രക്ചറൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ലിവിങ് ഇൻ ദ സെയിം ഹൗസ്, സിറ്റി ഓർ കൺട്രി ഇൻക്രീസസ് ഇൻട്രാക്ഷൻ. ഒരേ സ്ഥലത്ത് ഒരേ രാജ്യത്ത് ഒരേ വീട്ടിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ ആ ഇൻട്രാക്ഷൻ എന്തായിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും. ഗ്രേറ്റർ പ്രോക്സിമിറ്റി ലീഡ്സ് ടു സ്ട്രോങ്ങർ റിലേഷൻഷിപ്സ്. അല്ലെ, കണക്ഷൻ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നുകൂടെ ദൃഢമാവാൻ, സ്ട്രോങ്ങർ ആവാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, അസോസിയേഷണൽ സോളിഡാരിറ്റി മെഷേർഡ് ബൈ ഫ്രീക്വൻസി ഓഫ് ഇൻട്രാക്ഷൻ.
എത്ര തവണ നമ്മൾ ഇടപഴകുന്നു അല്ലെ എത്രത്തോളം ഇൻട്രാക്ഷൻസ് നടക്കുന്നു അതിന് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ക് പ്രകാരമായിരിക്കും അതിനാണ് അസോസിയേഷൻ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഇൻക്ലൂഡ്സ് വിസിറ്റ്സ്, ഫോൺ കോൾസ്, ഇമെയിൽസ് ആൻഡ് വീഡിയോ കോൾസ്. അതിലാണ് നമ്മളെന്ത് എത്ര വട്ടം ഇങ്ങനെ വിളിക്കുന്നു, അല്ലെങ്കിൽ എത്ര വട്ടം മെയിൽ ചെയ്യുന്നു, എത്ര വട്ടം കാണാൻ വരുന്നു, നമ്മളെ കാണുന്തോറും കൂടിയിട്ട് ആ ചെയ്യുന്ന കാര്യങ്ങളിൻ്റെ തീവ്രത കൂടുന്തോറും ആ ഇൻട്രാക്ഷൻസ് കൂടുന്തോറും ആ അടുപ്പം എന്തായിരിക്കും, സ്ട്രോങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. റെഗുലർ കോണ്ടാക്ട് സ്ട്രെങ്തൻസ് ഇമോഷണൽ ബോണ്ട്സ് അല്ലേ. റെഗുലറായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അത് ഈവൻ വിസിറ്റ് ആയിക്കോട്ടെ, കോൾസ് ആയിക്കോട്ടെ, മെയിൽസ് ആയിക്കോട്ടെ, പക്ഷെ റെഗുലറായിട്ടുള്ളൊരു കോണ്ടാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബന്ധം ഒന്നും കൂടെ സ്ട്രോങ് ആയിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ അസോസിയേഷണൽ സോളിഡാരിറ്റി മെഷേർഡ് ബൈ ഫ്രീക്വൻസി ഓഫ് ഇൻറ്ററാക്ഷൻ ഇൻക്ലൂഡ്സ് വിസിറ്റ്സ്, ഫോൺ കോൾസ്, ഇമെയിൽസ് ആൻഡ് വീഡിയോ കോൾസ്. റെഗുലർ കോണ്ടാക്ട് സ്ട്രെങ്തൻസ് ഇമോഷണൽ ബോണ്ട്സ്. നെക്സ്റ്റ് എന്താ, അഫക്ച്വൽ സോളിഡാരിറ്റി അല്ലേ. എന്താ അഫക്ച്വൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ റിഫേഴ്സ് ടു ഇമോഷണൽ ക്ലോസ്നെസ് ആൻഡ് അഫെക്ഷൻ. ഇമോഷണൽ ആയിട്ടുള്ള എന്താ നമ്മുടെ മാനസിക അടുപ്പമാണ് എന്തിൽ വരുന്നത്, അഫക്ച്വൽ സോളിഡാരിറ്റിയിൽ വരുന്നത്. ഇൻക്ലൂഡ്സ് ലവ്, കെയർ ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. സ്നേഹം, കെയർ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരമുള്ള മനസ്സിലാക്കൽ, ഇതൊക്കെ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. സ്ട്രോങ് അഫക്ച്വൽ സോളിഡാരിറ്റി റെഡ്യൂസസ് കോൺഫ്ലിക്റ്റ് അല്ലേ. നല്ലൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ലൊരു അഫക്ച്വൽ സോളിഡാരിറ്റി, നല്ലൊരു ഇമോഷണൽ ബോണ്ട് ഒരു പാരൻ്റ് ആൻഡ് ചൈൽഡ് ബിറ്റ്വീൻ അവരുടെ ഇടയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റുകൾ, തർക്കങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സോ അഫക്ച്വൽ സോളിഡാരിറ്റി റിഫേഴ്സ് ടു ഇമോഷണൽ ക്ലോസ്നെസ് ആൻഡ് അഫെക്ഷൻ, ഇൻക്ലൂഡ്സ് ലവ്, കെയർ ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. Strong affectual solidarity reduces conflict. Next എന്താ, normative solidarity. എന്താ normative solidarity? Based on agreement on family values and norms അല്ലേ. കുടുംബ മൂല്യങ്ങൾ, അവരെ മാനസിക ഒരു ബന്ധങ്ങൾ, അങ്ങനത്തെ മാനദണ്ഡങ്ങളുടെ ഒക്കെ ഐക്യത്തെയാണ് ഒരു ഫാമിലിയുടെ ഒരു എഗ്രിമെൻറ്റ് സോഴ്സിൽ, ഒരു ഐക്യത്തിൽ അങ്ങനെ ഒരു നമുക്കൊരു എഗ്രിമെൻറ്റിൽ അങ്ങോട്ട് കൂടി പോകാം എന്നൊക്കെ തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് എന്ത് ചെയ്തത്, അതാണ് നോർമേറ്റീവ് സോളിഡാരിറ്റി എന്ന് വന്നത്. ഇൻക്ലൂഡ്സ് ബിലീവ്സ് അബൌട്ട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ചാൽ ഇത്ര എല്ലാവരും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഇൻ്റെതാണ്, ഡ്യൂട്ടീസ് നിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പരസ്പരമുള്ള ഒരു കണക്ഷനിൽ സ്വന്തം റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഒക്കെ ചെയ്തു പോകുന്ന അങ്ങനത്തെ ഒരു എഗ്രിമെൻറ്റ് ബേസ് ചെയ്ത് പോകുന്ന ഫാമിലികൾ, അതാണ് എന്ത് നോർമേറ്റീവ് സോളിഡാരിറ്റി. ഷെയർഡ് വാല്യൂസ് പ്രൊമോട്ട് ഹാർമണീസ് അല്ലേ. ഒരേ മൂല്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധങ്ങളെ വളർത്തുന്നു എന്നാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുമ്പോഴും ഡ്യൂട്ടീസ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ഫാമിലിയുടെ വാല്യൂസിനെ വളർത്തുന്നു എന്നാണ് പറയുന്നത്. സോ നോർമാറ്റീവ് സോളിഡാരിറ്റി ബേസ്ഡ് ഓൺ agreement on family values and norms, includes beliefs about duties and responsibilities. Shared values promote harmony. Okay, next last, functional solidarity involves exchange of support between generations. പരമ്പരാഗതമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു സപ്പോർട്ട്, ഒരു സഹായം, ഇതൊക്കെയാണ് എന്ത് ഈ ഫങ്ഷണൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ, ഇമോഷണൽ, പ്രാക്ടിക്കൽ സപ്പോർട്ട് അല്ലെ. സ്വത്തൊക്കെ നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വരും തലമുറയ്ക്കൊക്കെ നല്ല സുഖമുള്ള പരിപാടിയുള്ളത്. അത്തരം തരത്തിലുള്ള ഇത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സപ്പോർട്ട് ആയിക്കോട്ടെ, അത്തരം പരമ്പരാഗതമായി കൊടുക്കുന്ന കൈമാറ്റം ചെയ്യുന്ന കുറച്ച് സപ്പോർട്ടുകളാണ് എന്ത് ഫങ്ഷണൽ സോളിഡാരിറ്റി. സപ്പോർട്ട് മേ ഫ്ലോ ഫ്രം പാരൻസ് ടു ചിൽഡ്രൻ ആൻഡ് വൈസ് വേഴ്സ അല്ലെ. ഈ സപ്പോർട്ട് ചിലപ്പോൾ കുട്ടികളിൽ നിന്ന് പാരൻസിനും ആയിരിക്കാം, പാരൻസിൽ നിന്ന് കുട്ടികളിലേക്കും ആയിരിക്കാം. അത് വൈസ് വേഴ്സ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പരിപാടിയാണ്. അല്ലെങ്കിൽ പാരൻസിൽ നിന്ന് കുട്ടികൾക്ക് തന്നെ ഒന്നുമില്ല, കുട്ടികൾക്ക് തിരിച്ച് പാരൻസിനും എന്ത് ചെയ്യാം, അതേ സെയിം സപ്പോർട്ട് കൊടുക്കാവുന്നതാണ്. സോ ഫങ്ഷണൽ സോളിഡാരിറ്റി ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് സപ്പോർട്ട് ബിറ്റ്വീൻ ജനറേഷൻസ്, ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ, ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സപ്പോർട്ട്. Support may flow from parents to children and vice versa. അതോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും വ്യക്തവും ക്ലിയറും ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ.